ഒരു മിത്താണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കുക. ഈ പപ്പായ, പൈനാപ്പിൾ അങ്ങനെയൊക്കെ കഴിക്കാൻ പാടില്ല, അതിൽ എത്രത്തോളം സത്യമുണ്ട് മാം? അതായത് ഒരു ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഒന്ന് പപ്പായ, പിന്നൊന്ന് പൈനാപ്പിള്, പിന്നെ നമ്മുടെ ഈന്തപ്പഴം. ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. മാതളം. അപ്പോൾ ഈവൻ ആയുർവേദ ഡോക്ടേഴ്സ് പറയുന്നത് ഇതൊന്നും അബോർഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. പപ്പായയിൽ പാപ്പൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് അബോർഷനുള്ള അല്ലെങ്കിൽ ഗർഭത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെന്നാണ്. പക്ഷേ നമ്മളൊക്കെ കഴിക്കുന്നത് എന്താണ്? ഒരു പപ്പായ വെച്ചിട്ട് ഒരു ഇത്തിരി തോരൻ അല്ലെങ്കിൽ 4 കഷ്ണം പപ്പായ. ഇതൊന്നും കൊണ്ട് ആർക്കും അബോർഷൻ ഉണ്ടാവില്ല, തീർച്ചയാണ്. പിന്നെ ഈന്തപ്പഴം നല്ല ഗുണമുള്ള സാധനമാണ്. ഈന്തപ്പഴത്തിൽ ഇരുമ്പിൻ്റെ സത്തുണ്ട്, അതുപോലെ തന്നെ മാതളത്തിലും സത്തുണ്ട്. മിക്കവാറും നമ്മുടെ സ്ത്രീകൾക്കൊക്കെ 50% പേർക്കും വളർച്ചയുണ്ട്. ആദ്യത്തെ 3 മാസങ്ങളിൽ നമുക്ക് ഇരുമ്പിൻ്റെ ഗുളികകൾ കൊടുക്കാൻ പറ്റില്ല, ഫോളിക് ആസിഡ് മാത്രം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഈന്തപ്പഴത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഈന്തപ്പഴത്തിനകത്ത് ഏകദേശം 20 കാലറി ഉണ്ട്. 2 ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 ഇഡ്ഡലി കഴിക്കുന്നതിന് സമമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഈന്തപ്പഴം കഴിച്ചു തുടങ്ങിയാൽ നമ്മൾ മിനിമം 5 or 6 കഴിക്കും. അപ്പോൾ വണ്ണമുള്ള സ്ത്രീകൾ ഈന്തപ്പഴം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. അല്ലാത്തവർക്ക് 2ഉം 3ഉം ഈന്തപ്പഴം കഴിക്കുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. മാതളം കഴിക്കാം, പഴുത്ത പപ്പായ കഴിക്കാം, ചെറിയ അളവിൽ പപ്പായ വെച്ചുള്ള തോരനും ഒക്കെ കഴിക്കാം. ഈ പറഞ്ഞ ഒരു പൈനാപ്പിള് ഒരു കുഴപ്പമില്ല. പൈനാപ്പിൾ നല്ലതാണ്. ഇപ്പോൾ വണ്ണം കൂടുതലില്ല, ഷുഗർ ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിനകത്ത് നിറച്ച് ഫൈബറുണ്ട്. അത് മിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ മലശോധനയും നന്നായിട്ട് വരും.